ഞാൻ എൻ്റെ പ്രാണനും ശരീരവും ദേവിയിൽ സമർപ്പിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. ശംഖുമുഖം ദേവിയായിട്ടൊരു കണക്ഷനുണ്ട് ഈ അമ്പലത്തിന്. അപ്പോൾ നമ്മളിവിടെ എന്ത് വിശേഷം നടക്കുന്നോ അത് ശംഖുമുഖം ദേവിക്ക് വഴിപാട് നടത്തി ഞാൻ പോയി പ്രാർത്ഥിക്കണം. കുന്നുംപുറത്ത് ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ സാധാരണയായി രാവിലെ ദിവസങ്ങളിൽ മാത്രമാണ് പൂജ ഉണ്ടാവുക. പൗർണമി ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ വൈകുന്നേരം പൂജ ഉണ്ടാവുന്നത്. ഇവിടുത്തെ പൊങ്കാല വളരെ വിശേഷമാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇവിടുത്തെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു എനർജി നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യം പറയേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടി തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഒരു കുന്ന് കയറി നിങ്ങൾ വണ്ടിയിലാണ് വരണമെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചേ കയറി വരാൻ പറ്റും. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പരിസരത്തേക്ക് എത്തിക്കഴിയുമ്പോൾ വല്ലാത്ത ഒരു ചൈതന്യം, ഒരു എനർജി അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ പ്രകൃതി മനോഹരമായ ഒരു പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഈ പൗർണമി ദിവസം. അതുപോലെ തന്നെ കർക്കിടക മാസമാണ്. ധാരാളം ഭക്തി ചിന്തകളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പ്രേക്ഷകരെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നമുക്കിവിടുത്തെ വിശേഷങ്ങൾ അറിയാം. ഇത് ശ്രീകുമാറാണ്. അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാര്യദർശിയും ട്രസ്റ്റ് അംഗവുമാണ്. അദ്ദേഹത്തിനായിരിക്കും ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ സാധിക്കുക. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. വളരെ പ്രശാന്ത സുന്ദരമായൊരു അന്തരീക്ഷം അല്ലേ? അങ്ങ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇത്രയും ഒന്നും വിചാരിച്ചില്ല. ഒരു സാധാരണ ക്ഷേത്രം, പക്ഷേ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നു, പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമോ? തുടങ്ങാമല്ലോ, തീർച്ചയായിട്ടും. കാര്യം എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ ഈ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. അതുപോയിട്ട് ഈ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശിയും കൂടിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പഴയ കാല ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം 300 വർഷത്തോളം പൂജ മുടങ്ങിക്കിടന്ന സ്ഥലമാണ്. ഇതൊരു ബ്രാഹ്മണ ഇല്ലമായിരുന്നു. ആ ബ്രാഹ്മണ ഇല്ലം കാലാന്തരങ്ങൾ കൊണ്ട് നശിച്ച് ഇതിങ്ങനെ അനാഥമായി കിടക്കുകയും കാലക്രമേണ ഈ ഭൂമി ഇന്നിരിക്കുന്ന ആൾക്കാരുടെ കൈവശം എങ്ങനെയോ എത്തിപ്പെട്ടതിന് ശേഷം ഞാനിതിന് കുറച്ച് ഒരു 2017 മുതൽ ഇവിടെ അമ്പലം പണിയണം എന്ന് നിർബന്ധം വരികയും എൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിവിടെ വന്ന് ദേവപ്രശ്നം വെച്ചു. ദേവപ്രശ്നവശാൽ ഇവിടെ അമ്പലം കെട്ടണം എന്ന് നിർബന്ധം പറയുകയും ആ കാരണങ്ങളാൽ ഇവിടെ ഒരു അമ്പലം കെട്ടുകയും ചെയ്തു. ഇപ്പോൾ 7ാമത്തെ പ്രതിഷ്ഠാ വാർഷികം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 7 വർഷം പഴക്കമുള്ള അമ്പലമാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗം അഗസ്ത്യാർ മുനിയുടെ വനം കാണാം രാവിലെ 6:30 മണിക്ക്. വടക്കോട്ട് നോക്കിയാൽ പൊന്മുടി തേവരുടെ, അതായത് യഥാർത്ഥ പൊന്മുടി തേവരുടെ ഇരിപ്പിടവും കാണാൻ പറ്റും. അത് പൊന്മുടിയിൽ നമ്മളെല്ലാം കാണാൻ പോകുന്ന സ്ഥലമല്ല, അല്ലാതെ തന്നെ അവിടെ ശരിക്കും പൊന്മുടിയിൽ ഈ നമ്മുടെ വർഷത്തിലൊരിക്കൽ മാത്രം പൊങ്കാല ഇടുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് അവിടെ ഉൾപ്രദേശങ്ങളുള്ളവർക്ക് അറിയുമായിരിക്കുള്ളൂ. അങ്ങനെയുണ്ടോ? ഈ അവരുടെ ഈ ശരിക്കും പറഞ്ഞാൽ മലയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാര്യം ഇതിനകത്ത് നമ്മുടെ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ചാറ്റുപാട്ട് നടത്താറുണ്ട്. അപ്പോൾ ചാറ്റുപാട്ടിന് വരുന്ന ആൾക്കാർ പൊന്മുടിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രകൃതി ഭംഗിയുമായിട്ട് പിന്നെ കുറച്ചുകൂടെ ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ടെറസിൻ്റെ മണ്ടയിൽ കയറി നിന്നാൽ അസ്തമയം കാണാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖുമുഖം ദേവിയായിട്ടൊരു കണക്ഷനുണ്ട് ഈ അമ്പലത്തിന്. അപ്പോൾ നമ്മളിവിടെ എന്ത് വിശേഷം നടക്കുന്നോ അത് ശംഖുമുഖം ദേവിക്ക് വഴിപാട് നടത്തി ഞാൻ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെയാണ്. വാക്കുകൾ കിട്ടാതെ അദ്ദേഹത്തിന് ഗദ്ഗത കണ്ടനാകുന്നുണ്ട്. അത്രത്തോളം ഈ ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധരിച്ചതിന് ശേഷം അങ്ങ് ഈ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ പ്രാണനും ശരീരവും ദേവിയിൽ സമർപ്പിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ പ്രദേശത്തുള്ളവരാണോ ഭക്തരായിട്ട് എത്തുന്നത്? തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ഈ നിൽക്കുന്നതെല്ലാം ഈ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെയാണ്, അല്ലാതെ ഒരു സമുദായത്തിൻ്റെ അമ്പലമല്ല.